السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. റിയാദു സ്വാലിഹീനിലെ 35-ാമത്തെ ബാബ് ഹഖുസ്സൗജി അലൽ മർഅതി എന്ന ബാബ് അതായിട്ട് ഞങ്ങൾ വിവരിക്കോ പോണ്ടത്. കഴിഞ്ഞ ബാബിൽ ഞങ്ങൾ വിവരിച്ചത് ഒരു ഭാര്യയുടെ മേൽ ഭർത്താവുള്ള കടമകൾ എന്ന വിഷയങ്ങളിലായിട്ട് ഇണ്ടിപ്പോൾ വിവരിക്കോ പോണ്ടത് ഒരു ഭാര്യ ഒരു പെഞ്ഞായി അവൾക്ക് തൻ്റെ ഭർത്താവിൻ്റെ മേലുള്ള കടമകൾ എന്തിന്, അപ്പോൾ അവൾ വീടേണ്ട ഹക്കുകൾ, അവൾ പാലിക്കേണ്ട മര്യാദകൾ, അവൾക്ക് വേണ്ട അദബുകൾ, ഇത്തരം കാര്യങ്ങളായിട്ട് ഈ ബാബിൽ വിവരിക്കോണ്ട്. ചാനലിക്ക് പുതിയ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക, ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. ഇതിൽ ഒന്നാമതായി ഇമാം നവവി റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആന്റെ ഒരു ആയത്തായിട്ട് വിശദീകരിക്കുക. ഖാല അല്ലാഹു തആല അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. അർരിജാൽ പുരുഷന്മാർ, ആണിങ്ങ സ്ത്രീകളുടെ മേൽ നിന്ന് പോരുന്നവരാണ്. ചെന്നെങ്കിൽ ആണിങ്ങ പെണ്ണുങ്ങളെ നിയന്ത്രിക്കാനായിട്ട്. അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് എന്താക്കണം, മാപ്പിളമാരെ അനുസരിക്കണം. എന്തേ അതാ ബിമാ ഫദ്ദലല്ലാഹു ബഅ്ദഹും അലാ ബഅ്ദ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അവരെ ചിലരെക്കാൾ അല്ലാഹു ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരാണും പെണ്ണും ഒരുപോലെയല്ല, വ്യത്യാസമായിട്ടിരിക്കുന്നത്. അല്ലാഹു തആല കൂടുതൽ സ്ഥാനം കൊടുത്തത് പുരുഷന്മാർക്ക്, ആണുങ്ങൾക്കായിട്ടിരിക്കുന്നത്. അപ്പൊ നിയന്ത്രിക്കേണ്ടത് ആണുങ്ങളായിട്ട്. കാരണം കൂടുതൽ ബുദ്ധിയുള്ളതും പക്വതയുള്ളതും കാര്യങ്ങളൊക്കെ ആലോചിക്കാനുള്ള ശക്തിയുള്ളതും എന്ന് വേണ്ട. അത് ലോകം അംഗീകരിക്കപ്പെട്ട ഒന്ന് തന്നെ ആയിട്ടിരിക്കുന്നത്. ഇന്ത്യപ്പം മനുഷ്യന്മാരെല്ലാം പെണ്ണുങ്ങൾക്കും സമനില വേണം, സമമായ സ്ഥാനം വേണം. ബൊബിഡ്രൻ കണ്ടെങ്കിലും ജയിച്ചൊന്നേൽ കണ്ടെങ്കിലും എല്ലാ രാജ്യത്തെയും അവിടുത്തെ പ്രധാന സ്ഥാനത്തിന് ഇക്കിടാൽ മാറും. ലോകത്തിൻ്റെ 140 എത്രയോ ചില രാജ്യങ്ങളുണ്ട്. എന്ന് എണ്ണി നോക്കണമെങ്കിൽ അത് പെണ്ണുങ്ങളുള്ളത് ഭാരി ചുരുക്കം അല്ലെ, 1, 2, 3 ഇങ്ങനെ ഇക്വൽ എന്നല്ലാണ്ട് നോക്കണമെങ്കിൽ കൂടുതൽ വലിയ വലിയ സ്ഥാനത്തും വലിയ വലിയ പോസ്റ്റിലും ഇക്കുന്നതൊക്കെ ആണുങ്ങളായിട്ട്. കാരണം നിയന്ത്രിക്കുള്ള ശക്തി അത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ആണുങ്ങൾക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആണും പെണ്ണും ഒരുപോലെയല്ല. ഖുർആൻ തന്നെ ഇപ്പോൾ ഇസ്ലാം ദീൻ തന്നെ വേറെ ആണ് സാക്ഷിനിക്കിടെ അവിടെ പെണ്ണ് ജണ്ട് വേണം എന്നായിട്ട് കൽപ്പിച്ചിട്ടുള്ളത്. കാരണം അല്ലാഹു തആല അങ്ങനെ ആയിട്ട് പടച്ചിട്ടുള്ളത്. അപ്പൊ എന്നതുകൊണ്ട് അങ്ങനെ നിസാരപ്പെടുത്തിയതൊന്നും അല്ല. പക്ഷേ ജീവിതം നല്ല നിലക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ജീവിതം നല്ല നിലക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താക്കണം, നിയന്ത്രണം വേണം. ആരെ നിയന്ത്രിക്കണം? ഭർത്താവായിട്ട് ഭാര്യയെ നിയന്ത്രിക്കേണ്ടത്. തിരിച്ചാകുമ്പോഴത്തേക്കോ അത് ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങക്ക് അത്ര താഴ്മക്കുറടിയേറ്റിക്കട്, പിന്നെ അത് അങ്ങനെ കയ്യിൽ എല്ലാം അല്ലാഹു തആല കൊടുത്തിട്ടില്ല അല്ലെ. പുരുഷന്മാരെ കൈ വേണമെങ്കിൽ തലാഖ് ചൊല്ലുകൊല്ല അധികാരം പുരുഷന്മാർ കാണിങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തത്. അതേ സമയത്ത് പെണ്ണുങ്ങൾ അത്ര വേഗം ചിലർക്ക് വേറെ നിയമങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇപ്പൊ എത്ര തലാഖ് സംഭവിക്കുന്നത്. അപ്പൊ അല്ലാഹു തആല ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരുപോലെ എല്ലാം സൃഷ്ടിച്ചത്. അല്ലാഹു തആല ആണുങ്ങളെ പെണ്ണുങ്ങളെക്കാൾ ഫള് ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട് പല കാര്യങ്ങളിലും. അതുകൊണ്ട് താക്കത്തിലാവട്ടെ, ബുദ്ധിയിലാവട്ടെ, നിയന്ത്രിക്കുന്ന വിഷയത്തിലാവട്ടെ ആണ് തന്നെയായിട്ട് മുൻപന്തിയുള്ളത്. അതുകൊണ്ട് അങ്ങനെ നിയന്ത്രണത്തിൽ വേണം. ഭാര്യമാർ ഭർത്താക്കന്മാരുടെ നിയന്ത്രണത്തിൽ വേണം എന്ന് അല്ലാഹു തആല ചൊല്ലി. ഇതിൽ ചൊല്ലി വബിമാ അൻഫഖൂ മിൻ അംവാലി. മാത്രല്ല ആണുങ്ങൾ അങ്ങനെ സ്വത്തിൽ നിന്ന് ഇങ്ങനെ എന്താക്കുന്നത്, ചെലവാക്കുന്നത്. ഒന്ന് ചെന്നത് അല്ലാഹു തആല അങ്ങക്ക് ആണുങ്ങളെ നിയന്ത്രണത്തിലാണ് പെണ്ണുങ്ങൾ വേണ്ടത് എന്ന് ചെന്നിട്ട് ചൊല്ലി. അങ്ങനെ അല്ലാഹു തആല അങ്ങക്ക് കൂടുതൽ സ്ഥാനം കൊടുത്തറ എന്നുള്ളത്. 2 അങ്ങനെ സ്വത്തിൽ നിന്ന് ഇങ്ങനെ ചെലവാക്കുന്നത് എന്നുള്ളത്. സ്വത്തിൽ നിന്ന് ചിലവാകുന്നത് മഹർ കൊടുക്കാറ്, വസ്ത്രങ്ങളെ കൊടുക്കാറ്, കർച്ചി കൊടുക്കാറ്. അപ്പൊ ഇങ്ങനെ എന്താക്കണം,
ഭർത്താക്കന്മാരെ അനുസരിക്കണം. എന്നിട്ട് അല്ലാഹു തആല ചൊല്ലുക ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. സ്വാലിഹത്തായ പെണ്ണ് അവൾ ഭർത്താവ് ഭയപ്പെട്ടവളായിട്ട് ഭർത്താവുടെ ഹക്കുകളൊക്കെ അവള് അതിലെ ഹക്ക് പോലെ വീട്ടുറവളായിട്ട് അനുസരിക്കടവള്. ഹാഫിളാത്തുൻ ലിൽ ഗൈബി, മാപ്പിള ഇല്ലാത്തപ്പോ അവന്റെ സ്വത്തും മക്കളെയും ജാഗ്രതാക്കിയുള്ളവൾ. ബിമാ ഹഫിളല്ലാഹ്, അള്ളാഹു കാത്ത ഒന്നുകൊണ്ട്, അള്ളാഹു താല കാത്ത ഒന്നുകൊണ്ട് ഭാര്യമാരെ നോക്കിയാലെന്ന് അള്ളാഹു താല ഭർത്താക്കന്മാരോട്ട് അള്ളാഹു താല കൽപ്പിച്ചില്ല. അപ്പൊ അള്ളാഹു താല അങ്ങനെ സംരക്ഷിച്ചു ഒന്നത്തെ നേറ്റിക്കണേ. അതുപോലെ അള്ളാഹു താല അങ്ങനെ കാത്ത ഒന്നുകൊണ്ട് ചൊല്ലുമ്പോൾ അതുക്കുള്ള ശക്തിയും ആരോഗ്യവും മനസ്സും എല്ലാം അള്ളാഹു താല കൊടുക്കണം. അപ്പൊ അതങ്ങനെ സ്വന്തം വകയല്ല, അള്ളാഹു താല അങ്ങനെ കാത്ത ഒന്നുകൊണ്ട്. അപ്പോൾ ഭർത്താക്കന്മാരില്ലാത്ത സമയത്ത് അവിടെ അങ്ങനെ ശരീര സ്വത്ത് സമ്പത്ത് മക്കള് ഇതെല്ലാം നോക്കിയൊന്നും ഭർത്താക്കന്മാർക്ക് ഭയപ്പെടണം. അങ്ങായിട്ട് സ്വാലിഹാത്ത് എന്ന് പരിശുദ്ധ ഖുർആൻ ചൊല്ലും. ഫസ്സാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അപ്പോൾ അള്ളാഹുടെ മേലെ തവക്കുലാക്കി അതൊക്കെ വേണ്ട ദിക്റുകളും ദുആകളും ഒക്കെ നടത്തി അള്ളാഹുടെ വക്കൽ നിന്നുള്ള കാവലെടുക്കണം. അള്ളാഹു താലക്ക് അതുക്കുള്ള ശക്തി കൊടുക്കണം, മനസ്സ് കൊടുക്കണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ആണുങ്ങളൊട്ടും കൽപ്പിച്ചിട്ട് നിങ്ങൾ പെണ്ണുങ്ങൾക്ക് എന്താക്കണം, നല്ല നിരക്ക് പെരുമാറണം. അത് മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ ഞങ്ങൾ വിശദീകരിച്ചതായിട്ടില്ല. അപ്പോൾ പരിശുദ്ധ ഖുർആന്റെ സൂറത്തു നിസായിലെ 34-ാമത്തെ ആയത്തായിട്ട് അള്ളാഹു തആല ചൊന്നത് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ബാബുടെ തുടക്കത്തിൽ തന്നെ കൊണ്ടുവന്നത്. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله. അപ്പൊ ഈ ആയത്തിൽ ചൊന്നത് ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിക്കണം, അങ്ങനെ നിയന്ത്രണത്തെ കീഴാവണം, അങ്ങനെ അനുസരിച്ച് ജീവിക്കണം. ഇനി അങ്ങനെ അനുസരിക്കാണ്ടിക്കിടങ്ങളെ സംബന്ധിച്ചുള്ള ഹദീസുകൾ, അനുസരിച്ചെങ്കിൽ ഉള്ള പ്രതിഫലങ്ങൾ ഇൻഷാ അല്ലാഹ് അത് ഓരോന്നും ഹദീസുകളിലായിട്ട് നമുക്ക് പിന്നത്തെ ഹദീസുകളിൽ വിവരിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ, ഖൈറുടെ അൽമാരിൽ അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. കാലത്ത് എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.